ഹായ് ഓൾ. റോണ്ട ബേണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസുമായിട്ടാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അതായത് നന്ദി പറയൽ, ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയലിൻ്റെ മാന്ത്രികതയെപ്പറ്റി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. പലർക്കും ഇതറിയാം, എന്നാലും നമ്മൾ ലൈഫിൽ അത് മനസ്സറിഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാകില്ല. നമ്മൾ ഉള്ളതിനോടെല്ലാം നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ഇല്ലാത്തതും നമുക്കുണ്ടാകും. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി, നമുക്കുള്ളൊരനുഗ്രഹം മറ്റൊരാൾക്കില്ലാത്ത ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. തെരുവിൽ പിച്ചെടുക്കുന്ന ഒരാൾക്ക് അയാളുടെ ഒരു പിച്ച പാത്രത്തിന് വരെ നന്ദി പറയാം. അയാൾ ജീവിച്ചിരിക്കുന്നതിന് വരെ അയാൾക്ക് നന്ദി പറയാം. നമ്മൾ ഒരു മുറിയിലാണ് കഴിയുന്നതെങ്കിൽ നമ്മൾക്കും നന്ദി പറയാം. നമ്മളെടുക്കുന്ന ഓരോ ബ്രീത്തിന് വരെ നന്ദി പറയാം. ഇപ്പോൾ ഈ നിമിഷം ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിച്ചതിന് നന്ദി പറയാം. നമ്മുടെ അനുഗ്രഹങ്ങളുടെ പട്ടിക എഴുതാൻ തുടങ്ങിയാൽ ഫ്രണ്ട്സ്, നമ്മളുടെ അനുഗ്രഹങ്ങൾ നോൺ സ്റ്റോപ്പായി പോകും. ലൈഫ് അട്രാക്ഷൻ നമ്മെ പഠിപ്പിക്കുന്നത് ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നാണ്. നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ജീവിച്ചിരിക്കുന്ന ഈ ടൈമിന്, ഈ പ്രസൻറ്റ് മൊമെൻറ്റിന് വരെ നന്ദി പറയാൻ ശീലിക്കാം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് 28 ഡേയ്സ് മാജിക് പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് നമ്മൾ 28 ഡേയ്സ് മുടങ്ങാതെ ചെയ്തു വന്നാൽ പിന്നെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റം, നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ മൈൻഡ് പാത്ത് മാറി വേറൊരു ലെവലിലേക്ക് നമ്മുടെ ലൈഫ് നീങ്ങാൻ തുടങ്ങും. ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി വേണ്ടത് ഒരു പുതിയ ബുക്കായാൽ അത്രയും നല്ലത്. ഒരു നോട്ട്ബുക്കും പേനയും അതിനായിട്ട് നിങ്ങൾ വാങ്ങിക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ ഉടനെ ചാടി ബെഡിൽ നിന്ന് എണീക്കാതെ പ്രപഞ്ചനാഥന് നന്ദി പറയുക, ഈ ഒരു ദിവസം കൂടി നമുക്ക് ലഭിച്ചതിന്. അങ്ങനെ ഒരുപാട് നമുക്ക് ചിന്തയിൽ കൂടി എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദി പറയൽ, ആ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ ബോഡിക്ക്, ഫുൾ ഓർഗൻസിന്, നമ്മുടെ വീടിന്, മക്കൾക്ക്, നമ്മുടെ ഫാമിലിക്ക്, അങ്ങനെ എണ്ണിയാലും എഴുതിയാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ നമ്മളുടെ ലൈഫിൽ ഉള്ളത് നമ്മൾ മറന്നുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നന്ദി പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡിനെ നെഗറ്റീവ് മൈൻഡിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് പോസിറ്റീവ് മൈൻഡിലേക്ക് വരാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ച് എന്നും ചിന്തിക്കും, വിഷമിക്കും. ആരാണോ നമ്മുടെ ദൈവം, അതായത് ഏത് ദൈവത്തിനാണോ നിങ്ങൾ വിളിക്കുന്നത്, പ്രപഞ്ചനാഥനോട്, നമ്മളെന്നും ഇല്ലാത്തതിനെക്കുറിച്ച് പരാതി പറയണ ഒരു മനസ്സായിട്ടാണ് നമ്മളിരിക്കുന്നത്. നമുക്കതില്ല, ഇതില്ല, കാശില്ല, അതില്ല, ഇതില്ല, ബന്ധങ്ങൾ ശരിയല്ല. പക്ഷെ നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ലൈഫിൽ ഉള്ളതിനെക്കുറിച്ച് എണ്ണി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഇല്ലായ്മ മറന്നു പോകും. ശരിക്കും പറഞ്ഞാൽ മാജിക് പ്രാക്ടീസിലൂടെ നമുക്ക് സംഭവിക്കുന്നത് ശരിക്കും ഈ ഒരു മാജിക്കാണ്. നമ്മൾ അനുഗ്രഹങ്ങൾ എണ്ണി തുടങ്ങുമ്പോൾ, നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിലെ കുറവുകൾ നമ്മൾ മറന്നേ പോകും. നമ്മൾ എണീറ്റ ഉടനെ ഈ ചിന്തയോടെ എണീക്കുക. രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ നന്ദിയുള്ള മനസ്സുമായിട്ട് എഴുന്നേൽക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു നോട്ട്ബുക്കും പേനയും എടുക്കുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള 10 അനുഗ്രഹങ്ങൾ എഴുതുക. 10 അനുഗ്രഹങ്ങൾ നിങ്ങൾ 28 ഡേയ്സ് മുടങ്ങാതെ എഴുതേണ്ട ഒരു പ്രാക്ടീസാണ് കേട്ടോ. 10 അനുഗ്രഹങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ചുമ്മാ എനിക്കതുണ്ട് നന്ദി, ഇതുണ്ട് നന്ദി, അങ്ങനെയല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ഫീലിംഗ് വരണം, പഠിച്ചവൻ നമുക്കിത് തന്നിട്ടുള്ളതിന് നന്ദി എന്നുള്ളൊരു പറയുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫീലിംഗ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് വേണം നമ്മൾ നന്ദി പറയാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു വീടുള്ളതിന് നന്ദി അതുമാത്രം പോരാ. ഈ വീടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും സുരക്ഷിതമായും എൻ്റെ മക്കളും എൻ്റെ കുടുംബവുമായിട്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായ ലൈഫ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നതിന്, അങ്ങനെ ഒന്ന് വിവരിച്ചു കൂടി എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ വീടിനോടുള്ള ആ വലിപ്പം അപ്പോൾ എഴുത്തിലൂടെ നമുക്ക് ശരിക്കും മനസ്സിലാവും, ശരിക്കും ഫീൽ ചെയ്യും. ഇപ്പം മക്കളുള്ളതിന് നന്ദി എന്ന് എഴുതുമ്പോൾ എത്രയോ ആൾക്കാർക്ക് മക്കളില്ല, ഇത്രയും നല്ല മക്കളെ എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് എഴുതി തുടങ്ങുമ്പോൾ നമ്മുടെ മക്കളുടെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും, അവരുടെ സന്തോഷങ്ങളും വർദ്ധിക്കും, നമ്മുടെ ലൈഫിലും ഒരുപാട് പോസിറ്റീവ് മൈൻഡ് വരും. ഇങ്ങനെ നിങ്ങൾ 10 കാര്യങ്ങൾ മുടങ്ങാതെ എഴുതുക. ഈ 10 അനുഗ്രഹങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നോടിയായിട്ട്
10 അനുഗ്രഹങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. വായിച്ചിട്ട് നന്ദി 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 എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുക. ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ വേറൊരു മാജിക്കാണ് സംഭവിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാനിത് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിലെ കുറവുകൾ എന്താണെന്ന് ഞാൻ ശരിക്കും മറന്നുപോയി ഞാൻ. എൻ്റെ ലൈഫിൽ എന്ത് കുറവാണ് എനിക്ക് പഠിച്ചവൻ തന്നിട്ടുള്ളത് എന്നുള്ള സത്യം ഞാൻ മറന്നുപോയി. എനിക്ക് അനുഗ്രഹങ്ങളുടെ കൂമ്പാരം എനിക്ക് ലൈഫിലേക്ക് ശരിക്കും അതാണ് എനിക്ക് മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സണിക്കും അനുഗ്രഹങ്ങളുടെ പട്ടിക എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ ശരിക്കും മാജിക് പ്രാക്ടീസ് വരുന്നത്, മാജിക് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. നമ്മൾ അനുഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സൃഷ്ടാവ് ചിന്തിക്കും, ഇത്രയും കുറവ് ഞാൻ നൽകിയിട്ടും എനിക്ക് വേണ്ടി ഇത്രയും നന്ദി പറയുന്ന ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് ഞാൻ ഇനിയും കൊടുക്കാം. അപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളും എണ്ണി ഇനിയും പറയാനുള്ള അവസരങ്ങൾ നമുക്ക് പ്രപഞ്ചനാഥൻ, അതായത് നമ്മുടെ യൂണിവേഴ്സ്, അല്ലാഹ്, നമ്മൾ ഏത് ദൈവത്തിനാണ് നിങ്ങൾ വിളിക്കുന്നത് ആ ദൈവം നമ്മളിലേക്ക് അനുഗ്രഹങ്ങളുടെ പെരുമഴ വർഷിപ്പിച്ച് തരും. സത്യമാണിത് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്ത ഒരു മെത്തേഡാണ് മാജിക് പ്രാക്ടീസ്. തീർച്ചയായും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് തന്നെ നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും എടുക്കുക. ഇതൊരു നിസ്സാരമായിട്ട് എടുക്കരുത്. ഈ 28 പ്രാക്ടീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ ഇവിടെ സമർപ്പിക്കണേണ്. ഓരോരുത്തരും ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആത്മാർത്ഥമായി ശ്രമിക്കുക. കാരണം ലൈഫിനെ ഇഷ്ടപ്പെടുന്ന, ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുന്ന, ലൈഫിൻ്റെ സന്തോഷം അറിയാൻ ആഗ്രഹിക്കുന്ന, ഈ ജീവിതത്തിൻ്റെ വാല്യൂ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട ഒരു മാജിക് പ്രാക്ടീസാണ് ഞാനീ പറയുന്നത്, ഞാൻ ഷെയർ ചെയ്യുന്നതും. ഈ അടുത്ത പ്രാക്ടീസിന് ഡേ 2 നാളെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ ശരിക്കും മനസ്സിൽ നിന്ന് തന്നെ പറയണത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. യൂസ്ഫുള്ളായെന്ന് തന്നെ ഞാൻ കരുതുന്നു ഈ പ്രാക്ടീസ്. കാരണം എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫ് ഇതുകൊണ്ട് മറിയുന്നു. വീണ്ടും ഞാൻ അടുത്ത പ്രാക്ടീസുമായിട്ട് നാളെ വരാം. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ, ടേക്ക് കെയർ.